വെൽക്കം ബാക്ക് ടു സണി സൈഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഏറ്റവും പുതിയ വണ്ടിയായ മേവറിക് 440 ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ X440യുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർലി ഡേവിഡ്സണേക്കാളും കുറെ കൂടി കാണാനും എനിക്ക് ഓടിക്കാനും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. എന്ന് വെച്ചാൽ പെർഫോമൻസിൽ മാരകമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സീറ്റിംഗ് കംഫർട്ടിലും റൈഡിംഗ് പോസ്റ്ററിലും X440യേക്കാളും ചെറിയൊരു വ്യത്യാസം എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. ഹാർലി ഡേവിഡ്സണിൽ വരുന്ന അതേ സെയിം എഞ്ചിൻ തന്നെയാണ് മേവറിക്കിലും വരുന്നത്. ആകെ ഒരു വ്യത്യാസം ഹാർലിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോർക്ക് ഒരു 2 ന്യൂട്ടൺ മീറ്റർ കുറവാണ്. പക്ഷേ ആ ഒരു ടോർക്ക് കുറവ് ഇതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി മേവറിക് 440 ഹാർലി ഡേവിഡ്സണേക്കാളും ഒരു 4 കിലോസ് ലൈറ്ററാണ്. ടോർക്കിൻ്റെ കുറവ് വന്നത് ആ വെയിറ്റ് കുറവുള്ളതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും. അങ്ങനെ പെർഫോമൻസിന് ലാഗ് ഉള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എനിക്കങ്ങനെ വെയിലത്ത് പോയിട്ടൊന്നും ഒരു ഡിസ്പ്ലേ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷനും ഇതിൽ കാണിക്കുന്നതാണ്. ഹീറോ മേവറിക്കിലും ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് അഗൈൻ അതും ഒരു USB പോർട്ട് A ആണ്, വിച്ച് ഇസ് ഓക്കെ. ടൈപ്പ് C ആയിരുന്നെങ്കിൽ കുറെ കൂടി നല്ലതായിരുന്നു മാത്രം. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഒരു 13.5 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് വരുന്നത്. നമുക്കൊരു ഫ്യൂൽ എക്കോണമി എന്ന് പറയാൻ പറ്റുന്നത് ഒരു 30 കിലോമീറ്റേഴ്സാണ്. അതിലൊരു 28-30 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു 440cc ബൈക്കാണെങ്കിൽ കൂടിയും എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ അല്ലെങ്കിൽ വണ്ടി കയറിയിരിക്കുമ്പോഴൊക്കെ ഒരു 200 അല്ലെങ്കിൽ 250cc ബൈക്കിലൊക്കെ കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. പക്ഷേ വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇതൊരു 200 or 250cc ബൈക്ക് അല്ല എന്നുള്ളത്. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ ഈ ഒരു ആംഗിളാണ്. 17 ഇഞ്ച് വീൽസ് ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ടെയിൽ ലൈറ്റ് ആണെങ്കിലും എക്സോസ്റ്റ് ആണെങ്കിലും ടാങ്കിൻ്റെ ഡിസൈൻ ആണെങ്കിലും സിംഗിൾ സീറ്റ്സ് ആണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയുണ്ടെന്നുള്ളത് എടുത്ത് തന്നെ പറയണം. പിന്നെ എപ്പോഴും പറയും ലുക്സ് ആർ സബ്ജക്റ്റീവ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടിയുടെ ലുക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മോണോ ഷോക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ട്വിൻ ഷോക്സ് ആണെങ്കിൽ കൂടിയും 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് ടെലസ്കോപ്പിക് ഫോക്സ് ആണ്. ഹീറോ ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ മേവറിക് 440 ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഹീറോയുടെ തന്നെ ഏറ്റവും പവർഫുള്ളും എക്സ്പെൻസീവുമായിട്ടുള്ള ബൈക്കാണ് മേവറിക് 440 എന്ന് പറയുന്നത്. മേവറിക് 440 നിങ്ങൾക്ക് 5 കളേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 3 വേരിയൻസും കൂടി അവൈലബിൾ ആണ്. ഒരു പില്ലിയൻ ബാക്ക് റെസ്റ്റ് കൂടി വരുന്നതാണ്. ഇത് ഡെമോ വണ്ടി ആയതുകൊണ്ടാണ് തോന്നുന്നു ബാക്ക് റെസ്റ്റ് മിസ്സിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ തന്നെയാണ്. ഈവൻ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ കൂടിയും 803 mm മാത്രമാണ് എൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൈഡേഴ്സിനൊന്നും ഈ വണ്ടി ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടേ ആവില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ 5 feet 5 ആണ്. റൈഡിംഗ് ബൂട്ട് ഇട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി കണ്ടോ എനിക്ക് ടിപ്പ് ടോയിൻ്റെ ഒരു പ്രശ്നമല്ല. ഈസിലി 2 സൈഡിലും കാലെത്തുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഞാനൊരു ടേണൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടി എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ഈ വണ്ടിയിലും ഹാർലി ഡേവിഡ്സണിൽ വരുന്ന പോലെ ഒരു SOS സ്വിച്ച് വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എനിക്ക് തോന്നുന്നു ഹാർലിയേക്കാളും കുറേ കൂടി ഒരു ഗ്രണ്ട് കൂടുതലാണെന്നുള്ളത്. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഓഫീസ് കമ്മ്യൂട്ട്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടി കൂടിയാണ് മേവറിക്ക് എന്നുള്ളത് പറയാൻ തന്നെ വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈവേയിലോട്ട് കയറി നോക്കാം. ക്ലച്ച് വളരെ ലൈറ്റാണ്, അത് പറയാൻ തന്നെ വേണം. സ്ലിപ്പർ ക്ലച്ചും ഈ വണ്ടിയിൽ ഒരു ഹീറോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹൈവേയിലോട്ട് കയറി ഒന്ന് കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 6000 RPM ഒക്കെ കയറുമ്പോൾ ഹാൻഡ് ബാറിലേക്ക് മാത്രമാണ് എനിക്ക് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫുഡ് പെക്സിലേക്ക് ഒന്നും എനിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ സിറ്റി ട്രാഫിക്കിലൊക്കെ കുത്തിക്കയറ്റി കൊണ്ടുപോകാനായിട്ടൊന്നും ഒരു പാടുമില്ല. ഞാൻ ഒരു 20 മിനിറ്റായിട്ട് ഈ ട്രാഫിക്കിൻ്റെ അകത്ത് തന്നെ ഓടിച്ചുകൊണ്ട് തന്നെ ഇരുന്നിരുന്നത്. ഇതുവരെ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിയാണ്, ഇതൊരു ഓയിൽ കൂൾഡ് വണ്ടിയാണെങ്കിൽ കൂടിയും ഇപ്പോൾ എൻ്റെ ഹൈനസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രാഫിക്കിലൊക്കെ മുട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഹീറോ മേവറിക് 440യുടെ എൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. Ride safe. Bye.